ഈജിപ്ഷ്യൻ മനുഷ്യാവകാശ പ്രവർത്തക സാറ അൽ-അക്കാരി എഴുതുന്നു, വിശക്കുന്ന ഗസയെക്കുറിച്ചുള്ള വാർത്ത അറിഞ്ഞ് 2 രാത്രികൾ തുടർച്ചയായി ഉറങ്ങാതെ ഞാൻ കഴിച്ചുകൂട്ടി. ഇപ്പോഴും ശരിയായ ഉറക്കമില്ല. കണ്ണുനീർ ഇനിയും വറ്റിയിട്ടില്ല. ഗസയെക്കുറിച്ചുള്ള വാർത്തകൾ ഞാൻ പിന്തുടർന്നു കൊണ്ടേയിരുന്നു. അവസാനിക്കാത്ത സാവധാന മരണത്തിന്റെ ചലച്ചിത്രം കാണുന്നത് പോലെയായിരുന്നു അത്. വിശന്ന് വിരൽ വായിലിടുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. വിശപ്പ് കാരണം ബോധരഹിതരായ 2 കുട്ടികളെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു അമ്മയെയും ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വഴിയിൽ കുഴഞ്ഞു വീഴുന്ന ഒരു വൃദ്ധനെയും. വെറും മനുഷ്യത്യായ എന്റെ കയ്യിൽ ആയുധങ്ങളോ അധികാരമോ ദുരിതാശ്വാസ വിമാനമോ ഉണ്ടായിരുന്നില്ല അവർക്ക് അയക്കാൻ. പക്ഷേ എന്റെ ഹൃദയം അവിടെ ആയിരുന്നു. അവരോടൊപ്പം വിശന്നു വലയുന്നുണ്ടായിരുന്നു. അത് ഓർക്കുമ്പോൾ ഇപ്പോഴും ഇവിടെ എന്റെ നെഞ്ച് നിസ്സഹായതയാൽ തകർന്നു പോകുന്നു. അങ്ങനെയാണ് എനിക്കൊരു ആശയം വന്നത്. ഞാൻ ഇന്റർനെറ്റിൽ കണ്ടതുപോലെ വിചിത്രവും ഭ്രാന്തവുമായ, ഒരുപക്ഷെ നിഷ്കളങ്കമായ ഒരാശയം. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വൈക്കോൽ തുരുമ്പിൽ പിടിക്കുന്നത് പോലെ ഞാൻ അതിൽ കടിച്ചു തൂങ്ങി. വീട്ടിലുണ്ടായിരുന്നതും പരിചയക്കാരുടെ കയ്യിൽ നിന്നും കിട്ടിയ അരിയും പരിപ്പും പയറും ഞാൻ ശേഖരിച്ചു. വൃത്തിയുള്ള പ്ലാസ്റ്റിക് കുപ്പികളിൽ അവ നിറച്ചു. അവ ലക്ഷ്യസ്ഥാനത്ത് തെറ്റാതെ എത്താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവയുടെ മൂടികൾ കൈകൾ കൊണ്ട് ദൃഢമായി അടച്ചു. ഓരോ കുപ്പിയിലും ഒരു ചെറിയ കടലാസ് വെച്ചു. അതിൽ ഇങ്ങനെ എഴുതി: ക്ഷമിക്കുക, നിങ്ങളുടെ ക്ഷമക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉറപ്പ്. പിന്നെ എന്റെ പേരും നമ്പറും അവസാനം എഴുതി. മറ്റൊന്നിനുമല്ല, ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അവരെ കുറിച്ച് ഇപ്പോഴും ഓർക്കുന്ന ഒരു ഹൃദയമുണ്ടെന്ന് അവരറിയാൻ മാത്രം. ഇതൊരു യുക്തിരഹിതമായ കാര്യമാണെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. കാറ്റുകുപ്പികളെ ഗസയിലേക്ക് എത്തിക്കുന്നതിന് പകരം ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകില്ലെന്ന് ആരറിഞ്ഞു? കടൽ വെള്ളം കുപ്പികളിലേക്ക് കയറി ഭക്ഷണം കേടുവരില്ലെന്ന് ആരാ പറഞ്ഞത്? കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയും ഉപരോധിക്കപ്പെട്ടവർക്ക് 1, 2, 10 കുപ്പികൾ എടുക്കാൻ ആവശ്യത്തിന് സമയമോ ബോട്ടോ അവിടെ ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത്? എങ്കിലും ഞാനത് ചെയ്തു. ഞാൻ അവ കടലിലേക്ക് എറിഞ്ഞു. എന്നിട്ട് മണലിൽ ഇരുന്നു കരഞ്ഞു. അവ അവിടെ എത്തുമെന്ന് വിശ്വസിച്ചത് കൊണ്ടല്ല, മറിച്ച് എന്റെ ഉള്ളിലെ നിസ്സഹായതയുടെ ശബ്ദം അടക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ്. പക്ഷെ അത് അടങ്ങിയില്ല. 1-ാം ദിവസം കടന്നുപോയി. പിന്നെ പെട്ടെന്ന് 2-ാം ദിവസവും. 3-ാം ദിവസം രാവിലെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സംഭവിച്ചത്. ഫോണിൽ നിറയെ സന്ദേശങ്ങൾ, ഡസൻ കണക്കിന് സന്ദേശങ്ങൾ. അവയിൽ ആദ്യത്തേത് ഗസയിലെ ദുരിതാശ്വാസ കേന്ദ്രത്തിലെ ഡോക്ടറിൽ നിന്നായിരുന്നു. അവർ ഇങ്ങനെ എഴുതി: നിങ്ങളുടെ 10 കുപ്പികൾ തീരത്തെത്തി. നിരവധി കുടുംബങ്ങൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചു. അത് അയച്ചവർക്ക് ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ മറ്റൊരു സന്ദേശം: 2 കുട്ടികൾ നിങ്ങളുടെ കുപ്പിയും അതിലെഴുതിയ പേപ്പറും കയ്യിലെടുത്തു. നിങ്ങളുടെ പേര് ഉമ്മ വെക്കുന്നത് ഞാൻ കണ്ടു. അവർ വിറയുന്ന ശബ്ദത്തിൽ പറയുന്നുണ്ടായിരുന്നു: അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ കുറിച്ച് പറയും. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് ഞങ്ങൾ പറയാതിരിക്കില്ല. ആ സന്ദേശം വായിച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു. 1000 വർഷം നിസ്സഹായത ചുമന്ന ഒരാൾക്ക് പെട്ടെന്ന് ഭാരം ഇറക്കി വെച്ചതുപോലെ വീണ്ടും കരഞ്ഞു. ഇത്ര ചെറിയൊരു ശ്രമം അവിടെ എത്തുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അത് അവിടെ എത്തി. ഓരോ സന്ദേശവും വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഉമ്മ എനിക്ക് അയച്ച മറ്റൊരു സന്ദേശവും ഉണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ പറയുന്നു: പുലർച്ചെ കടൽ തീരത്ത് ഞങ്ങൾ കുപ്പി കണ്ടെത്തി. എന്റെ 6 വയസ്സുകാരൻ മകൻ അതൊരു കളിപ്പാത്രമാണെന്ന് കരുതി. പക്ഷെ അവൻ അത് തുറന്നു. അതിൽ അരി കണ്ടപ്പോൾ ഒരു നിധി കണ്ടെത്തിയവനെ പോലെ എന്റെ അടുത്തേക്ക് സന്തോഷത്തോടെ ഓടി വന്നു. ഞങ്ങൾ ആ ചെറിയ ഭക്ഷണ വസ്തുവിന് ചുറ്റുമിരുന്നു. ഞാനത് വേഗത്തിൽ പാചകം ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി കുറെ പ്രാർത്ഥിച്ചു. പാചകം ചെയ്യുമ്പോൾ അതൊരു കേവലം അരിയായിരുന്നില്ല, മറിച്ച് എന്റെ മക്കളെ സ്നേഹിക്കുകയും ഞങ്ങളെ കുറിച്ച് ഓർക്കുകയും ചെയ്യുന്ന ദൂരെ നിന്നുള്ള ഒരാൾ തന്ന സമ്മാനമാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്കൊരു കുട്ടിയുടെ ശബ്ദ സന്ദേശം ലഭിച്ചു. അവന്റെ ശബ്ദം വളരെ ക്ഷീണിച്ചതായിരുന്നു. പക്ഷെ അവൻ വളരെ സന്തോഷത്തിലായിരുന്നു. അവൻ പറഞ്ഞത് ഇങ്ങനെ: ഇത്താ, എന്റെ പേര് ആദം. നിങ്ങളുടെ കുപ്പി എനിക്ക് കിട്ടി. ഞങ്ങൾ എല്ലാവരും അതിൽ നിന്ന് കഴിച്ചു. അത് വളരെ നല്ല സമ്മാനമായിരുന്നു. അതിൽ എഴുതിയ നിങ്ങളുടെ പേര് ഒരു പേപ്പറിൽ എഴുതി എന്റെ തലയുടെ അടുത്ത് തൂക്കിയിട്ടു. അവസാനത്തെ സന്ദേശം ഒരു പെൺകുട്ടിയുടേതായിരുന്നു. അവൾ അതിൽ പറയുന്നു: നിങ്ങൾ കടലിലെറിഞ്ഞ ആ ചെറിയ കുപ്പികൾ വെറും ഭക്ഷണമല്ലായിരുന്നു. അവ രക്ഷാ സന്ദേശങ്ങൾ പോലെയായിരുന്നു. വരണ്ട ഭൂമിയിൽ മഴത്തുള്ളികൾ പോലെ അത് ഞങ്ങളിലേക്ക് പെയ്തിറങ്ങി. അവർക്ക് ഭക്ഷണത്തിന് മാത്രമല്ല വിശപ്പുണ്ടായിരുന്നത്. ലോകം ഇപ്പോഴും അവരെ ഓർക്കുന്നുണ്ടെന്നും അവർ ഒറ്റയ്ക്കല്ലെന്നും അവരെ സ്നേഹിക്കുന്നവരും അവർക്ക് വേണ്ടി കടലിൽ എറിഞ്ഞുകൊണ്ടെങ്കിലും ഭക്ഷണം എത്തിക്കുന്ന ആദർശ സഹോദരന്മാരുണ്ടെന്നും അവരറിഞ്ഞു. ധാന്യമണിക്ക് വിശപ്പും ഉപരോധവും തളർത്തിയ ദൂരെയുള്ള ഹൃദയത്തിൽ പ്രതീക്ഷ
രക്ഷയുടെ വൃക്ഷം മുളപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നനഞ്ഞ കടലാസിലെ ലളിതമായ കയ്യൊപ്പ് ഗസയിലെ ഒരു വീടിന്റെയോ കൂടാരത്തിന്റെയോ ചുമരിൽ നിസ്സഹായതയിൽ നിന്നുള്ള രക്ഷയുടെ മെഡൽ പോലെ തൂങ്ങുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ചിന്തകളും യാഥാർത്ഥ്യങ്ങളും ഇത്രയും എഴുതിയെങ്കിലും ഇതെന്റെ മാത്രം അനുഭവമായിരുന്നില്ല. മറിച്ച് ഈജിപ്തിലെ കടൽ തീരത്ത് താമസിക്കുന്ന പല ആളുകളും ഓരോ കമന്റുകളിലും സന്തോഷവും വേദനയും നിറഞ്ഞ പോസ്റ്റുകളിൽ കണ്ട ഒരാശയമായിരുന്നു. ഞാൻ ദീർഘനേരം ചിന്തിച്ചു. നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ സ്പർശിക്കുന്ന ഒന്നിനെ, അതായത് ദുരന്തത്തിൽ മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കാതിരിക്കാനുള്ള നമ്മുടെ കുട്ടിക്കാലത്തെ ആഗ്രഹത്തെ അത് തൊട്ടു നിൽക്കുന്നു. ഒരു പക്ഷേ ഈ ആശയം മനോഹരമാണ്. അതെ, ഭാവനയുടെ ലോകത്ത് അല്ലെങ്കിൽ ഒരു നോവലിലെ ഒരു താളിൽ ഇത് മനോഹരമാണ്. പക്ഷേ ഇത് വിശന്നവനെ തൃപ്തിപ്പെടുത്തുകയോ ഉപരോധം തകർക്കുകയോ ശല്യാക്രമണം തടയുകയോ ഇല്ല എന്നുറപ്പാണ്. ഗസക്ക് കടലിൽ അലയുന്ന വെറും ഭക്ഷണ കുപ്പിയല്ല വേണ്ടത്, മറിച്ച് ലോകം മുഴുവൻ ഉണരണം. ഈ ബോധപൂർവമായ സായുധ അടിച്ചമർത്തൽ തകർക്കണം. കമ്പിവേലികൾക്ക് പിന്നിൽ ശ്വാസം മുട്ടിക്കുന്ന പാപകരമായ കൈകളെ തടയണം. ഗസക്ക് അവരുടെ അവകാശങ്ങൾ തിരികെ ലഭിക്കണം. ദൂരെ നിന്ന് എറിയുന്ന അല്പം ധാന്യമല്ല. കുപ്പിയുടെ ആശയം വാസ്തവത്തിൽ ഒരു രൂപകമായിരുന്നു. ഞാൻ ശ്രമിച്ചു എന്ന് പറയാനുള്ള ഒരു ആന്തരിക ആഗ്രഹം. പക്ഷേ യഥാർത്ഥ ശ്രമം കടലിൽ ഭക്ഷണം എറിയുന്നതിലൂടെയല്ല, മറിച്ച് ഉറക്കെ ഈ കാടത്തത്തിനെതിരെ ശബ്ദമുയർത്തുന്നതിലൂടെയാണ്. അവർക്ക് വേണ്ട യഥാർത്ഥ പിന്തുണ നൽകുന്നതിലൂടെയാണ്. ഈ ആളുകളെ നമ്മുടെ ചിന്തകളിൽ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളിലും ഭാവനയിലുമല്ല, നമ്മുടെ ബോധത്തിൽ ഉൾക്കൊള്ളുന്നതിലൂടെയാണ്. അതുവരെ ഭാവന യാഥാർത്ഥ്യത്തിന് സമാന്തരമായ പാതയായിരിക്കും. അത് വിശന്നവന് ഭക്ഷണം നൽകില്ല, അടിച്ചമർത്തപ്പെട്ടവന് നീതി നൽകില്ല. അതിനാൽ പ്രാർത്ഥനകളിൽ അവരെ ചേർത്ത് നിർത്താൻ ശ്രദ്ധിക്കുക. ഗസയെ നമ്മൾ എപ്പോഴും അറിഞ്ഞതുപോലെ അവരുടെ കൂടെ ഉണ്ടാവണം. വിശപ്പിനേക്കാൾ വലുതും ബന്ധങ്ങളെക്കാൾ ശക്തവുമായ ഐക്യദാർഢ്യം എല്ലാ ഗൂഢാലോചനകളെയും അതിജീവിക്കുന്നതാവണം അത്. നമ്മൾക്ക് കഴിയാത്ത കാര്യങ്ങൾക്കല്ല, മറിച്ച് കഴിവുണ്ടായിട്ടും നമ്മൾ നിശബ്ദരായിരുന്ന കാര്യങ്ങൾക്കായിരിക്കും ഒരു ദിവസം നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത്.